ഇന്ന് നമുക്ക് നല്ലൊരു ക്യാരറ്റ്, ബീട്രൂട്ട്, അതുപോലെ തന്നെ പൊട്ടാറ്റോ ഒരു തോരൻ എങ്ങനെയാണ് വയ്ക്കാൻ നോക്കാം. സാധാരണയായിട്ട് എല്ലാവർക്കും ക്യാരറ്റ്, ബീട്രൂട്ട് കഴിക്കാനൊക്കെ ഇഷ്ടമുണ്ടാവില്ല. നമുക്കിത് കുറച്ചുകൂടി ടേസ്റ്റി ആയിട്ട് എല്ലാവരും കഴിക്കുന്ന രീതിയിൽ എങ്ങനെ ചെയ്യാമെന്നാണ് ട്രൈ ചെയ്യുന്നത്. ഇതെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ട് ബാലൻസ് ബാക്കി കാണിക്കാം. അപ്പം നമ്മളിതിലേക്ക് നമ്മുടെ ബീട്രൂട്ട്, ക്യാരറ്റ്, പൊട്ടാറ്റോ അതെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ബീട്രൂട്ട് വളരെ കുറവായിട്ട് എടുത്താൽ മതി കേട്ടോ അളവ്. ക്യാരറ്റ്, പൊട്ടാറ്റോ എടുത്തതിനേക്കാളും വളരെ കമ്മിയായിട്ട് എടുത്താൽ മതി. അതിനുശേഷം നമ്മൾ എണ്ണ ഒഴിച്ച് കടുക്, വറ്റൽമുളകും കൂടി പൊട്ടിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ 2 ചെറിയ സബോള, വലുതാണെങ്കിൽ 1 മതി, 2 ചെറിയ സബോള, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം കൂടി അരിഞ്ഞ് വെച്ചത് നമ്മൾ അതിലേക്ക് ഇട്ട് വഴറ്റുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ വഴറ്റി കൊടുത്ത് സബോളയുടെയൊക്കെ നിറം ലൈറ്റായിട്ട് മാറിയാൽ മതി. ഒരുപാട് ബ്രൗൺ ആവേണ്ട ആവശ്യമോ ഒന്നുമില്ല, മൊരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് ലൈറ്റായിട്ട് അതിൻ്റെ മണമൊക്കെ ഒന്ന് മാറി ഒരു നല്ലൊരു മണം വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമുക്ക് നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന ബീട്രൂട്ട്, അതുപോലെ തന്നെ ക്യാരറ്റ്, പൊട്ടാറ്റോ ഇതെല്ലാം നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കും കേട്ടോ. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒന്ന് വഴറ്റണം. ലേശം കൂടി കളറുമായി മാറിക്കോട്ടെ കേട്ടോ. ഇപ്പം നമ്മളതെല്ലാം കൂടി ഇട്ട് കൊടുക്കുകയാണ്. ക്യാരറ്റ്, ബീട്രൂട്ട്, പൊട്ടാറ്റോ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുക്കാം. അതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ അങ്ങോട്ട് വഴറ്റണം കേട്ടോ. നന്നായിട്ട് വഴറ്റുക. എന്നിട്ട് ഇത് ഇട്ട ഐറ്റംസിൻ്റെ എല്ലാം ഒരു പച്ചമണം ഉണ്ടാവും. ആ മണമൊക്കെ ഒന്ന് മാറി ആ എണ്ണയിൽ കിടന്ന് നന്നായിട്ട് നല്ലൊരു സ്മെല്ല് വരും. എല്ലാം കൂടി ഇളക്കുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും. ആ സമയത്താണ് നമ്മൾ അടുത്ത ഐറ്റം അതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഉപ്പാണേ, കല്ലുപ്പാണ് ഇട്ട് കൊടുക്കണം കേട്ടോ. കല്ലുപ്പ നല്ല ടേസ്റ്റ് നമുക്കിതൊക്കെ കിട്ടുക. കുറച്ച് കല്ലുപ്പ് ഇട്ട് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഉപ്പ് രസം കുറച്ച് കഴിയുമ്പോൾ ഒന്ന് ഇളക്കി അതിലേക്ക് ഉപ്പൊക്കെ പിടിച്ച ശേഷം നിങ്ങൾക്ക് ആ ഉപ്പ് പോരാന്ന് തോന്നുകയാണെങ്കിൽ, കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് കുറച്ച് പൊടിയുപ്പും കൂടി ഇട്ട് കൊടുത്ത് അത് കറക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് കൈയളവാണ്, എനിക്കങ്ങനെ ഞാൻ അളവൊന്നും അങ്ങനെ നോക്കാറില്ല. ഞാൻ എൻ്റേതായിട്ടുള്ളൊരു അളവിലെടുത്തിട്ട് ഇടുക ചെയ്യുക. നിങ്ങൾക്ക് അളവാണ് നോക്കണമെങ്കിൽ നമ്മൾ അളവിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ കല്ലുപ്പ് കൂടി ഇട്ട ശേഷം നല്ലപോലെ മിക്സ് ചെയ്യുക കേട്ടോ. നല്ലപോലെ ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ കുറച്ച് നാളികേരം ചിരകി വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു 3 സ്പൂൺ നാളികേരം. ഈ നാളികേരം കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. എന്നാൽ മാത്രമേ ഞാൻ എന്തൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഈ നാളികേരം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്, ലേശം നാളികേരം കേട്ടോ. ഞാൻ കുറച്ച് നാളികേരം ബാക്കി രാവിലെ ഞാൻ ഉപ്മാവിന് വേണ്ടി ചിരകിയപ്പോൾ കുറച്ച് മാറ്റി വെച്ചിരുന്നു. ആ നാളികേരമാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നാളികേരം നമ്മൾ അതിലിട്ട് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്യുക. അപ്പോൾ നാളികേരം കൂടി ഇടുമ്പോൾ വേറൊരു ലെവലിലേക്ക് ഈ തോരൻ മാറുകയാണ് കേട്ടോ. എന്നിട്ട് നമുക്കതിങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്ത് നല്ലൊരു സ്മെല്ല് വരും. അപ്പോൾ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു ചെറിയ അളവിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഒരുപാട് അളവ് കൂടരുത്, മഞ്ഞൾപ്പൊടിയുടെ ടേസ്റ്റ് മാറിപ്പോവും. അപ്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം കുറച്ച് മുളക് പൊടി, അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. അതിന് ശേഷം നന്നായി മിക്സായ ശേഷം നമ്മളതിലേക്ക് കുറച്ച് ചൂടുവെള്ളം കേട്ടോ, തിളപ്പിച്ചാറിയ വെള്ളം ഒരു 1.5 ഗ്ലാസ്സാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അളവ് വേണമെങ്കിൽ നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഒരുപാട് കൂടണ്ട ഈ അളവോ, അല്ലെങ്കിൽ ഇതിനേക്കാൾ കുറച്ചാലും കുഴപ്പമില്ല. അതിന് ശേഷം നമ്മളിതെല്ലാം കൂടി അടച്ച് വെച്ചിട്ട് വേവിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അടച്ച് വെച്ച് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്ന വരെ നമ്മളിത് നല്ലപോലെ അടച്ച് വെച്ചിട്ട് ഒരു 5 to 10 മിനിറ്റ്സ് ഇത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അങ്ങോട്ട് വേവിക്കാം. ഓക്കെ, അതിനുശേഷം നമ്മൾ തുറന്ന് നോക്കിയിട്ട് വെള്ളത്തിൻ്റെ അളവ്
മാറി അതെല്ലാം ഡ്രൈ ആയി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അങ്ങനെ എല്ലാത്തിനും കൂടി ഞാൻ കറിവേപ്പില യൂസ് ചെയ്യുമെന്ന് നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ ഞാൻ ആ കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ വെള്ളമൊക്കെ വറ്റി നല്ല സെറ്റായിട്ടുണ്ട് തോരൻ. അടുത്തായിട്ട് നമ്മൾ അതിലേക്ക് കറിവേപ്പില അങ്ങോട്ട് ഇട്ടിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യും കേട്ടോ. അങ്ങനെ നമ്മുടെ തോരൻ ഇങ്ങനെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ചോറിൻ്റെ കൂടെ കഴിക്കാൻ വളരെ നല്ലൊരു സംഭവമാണിത്. നല്ലൊരു തോരനാണ്. അപ്പോൾ എല്ലാവരും നന്നായി ട്രൈ ചെയ്യണം, എന്നിട്ട് അഭിപ്രായം പറയണേ. അപ്പോൾ എല്ലാവരും ഉച്ചയ്ക്കോ അല്ലെങ്കിൽ വൈകിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴാണ് സൗകര്യം അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഉരുളക്കിഴങ്ങും ബീട്രൂട്ടും ക്യാരറ്റും ഉണ്ടെങ്കിൽ നല്ല സൂപ്പറായിട്ട് ഇതുപോലൊരു തോരൻ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ കുഴപ്പമുണ്ടാവില്ല. കാരണം അല്ലാത്ത രീതിയിൽ നമ്മൾ ബീട്രൂട്ട് വെച്ച് കൊടുക്കുമ്പോൾ ഇപ്പോൾ കുട്ടികൾ കഴിക്കാത്തത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ എല്ലാവരും ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ബൈ, താങ്ക് യു.